ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ബന്ദി കൈമാറ്റമുണ്ടാവില്ലെന്ന് ഹമാസ്. ഇസ്രയേൽ തുടർച്ചയായി വെടിനിർത്തൽ ലംഘിക്കുകയാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഗസയിലേക്ക് തിരിച്ചെത്തുന്നവർക്ക് നേരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തിരുന്നു. ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഉണ്ടാവില്ലെന്ന് ഹമാസ് പറഞ്ഞു. വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയും പ്രകോപനപരമായ നടപടികളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ബന്ദി കൈമാറ്റം തടസ്സപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് നെതന്യാഹുവും പറഞ്ഞു. വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുവാൻ ഇസ്രയേലി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായാണ് വിവരം. അതേസമയം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഇസ്രയേലി ഡെലിഗേഷൻ ഖത്തറിൽ എത്തിച്ചേർന്നു. അതേസമയം നെതന്യാഹുവിന്റെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ ഖത്തർ രംഗത്ത് വന്നു. ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെതന്യാഹു വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇസ്രയേലി മാധ്യമമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യമായ നയങ്ങൾ ഒന്നുമില്ലാതെ വെറും ഷോ ആണ് ഡെലിഗേഷൻ വിസിറ്റ് എന്നാണ്. നെതന്യാഹു രണ്ടാം ഘട്ട വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഗസ പിടിച്ചെടുക്കുമെന്ന് വീണ്ടും ട്രംപ് ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു.